ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ചില വൈകുന്നേര കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ താമസിക്കുന്ന വാടക വീടിൻ്റെ വർക്ക് ഏരിയയാണ് കേട്ടോ ഇത്. ഇവിടെ മൊത്തമായിട്ട് ഇങ്ങനെ അടച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അലക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ അലക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ബക്കറ്റിലാണ് ഞാനെല്ലാം ചെയ്യുന്നത്. കാരണം 2 ബക്കറ്റ് ഒരു ബേസിന് വാങ്ങിച്ചെങ്കിലും വെള്ളം പിടിച്ച് വെക്കാനായിട്ട് ഒരു ബക്കറ്റും അത് മൂടാനായിട്ട് ബേസിന് ഉപയോഗിക്കുന്ന കാരണം ഈ ഒരു ബക്കറ്റിൽ തന്നെയാണ് സകല പരിപാടികളും. തുണി നനയ്ക്കുന്നതും തിരുമുന്നതും ഊരി പിഴിഞ്ഞെടുക്കുന്നതൊക്കെ ഈ ഒരൊറ്റ ബക്കറ്റിലാണ്. അപ്പോൾ ഞാൻ നനച്ച് വെച്ച് തിരുമ്മി കഴിയുമ്പം അഴയിൽ തൂക്കിയിട്ടിട്ട് പിന്നെ അതിൽ തന്നെ ഊരും. പിന്നെ ആ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെയാണ് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇച്ചിരി കഷ്ടപ്പാടാണ്, പോട്ടെ സാരമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഊരിയിട്ട് കുറച്ച് നേരം അവിടെ വെള്ളം പോകാനായിട്ട് ഇടും. പിന്നെ തികഞ്ഞില്ല, തുണി കൂടുതലുള്ള സമയത്താണെങ്കിൽ ഫ്രണ്ടിൽ ഈ ഒരു അഴ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഈ അഴയും ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണേ. നമുക്കിത് ഫോൾഡബിൾ ആണ് കേട്ടോ. ഫോൾഡബിൾ ആണെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിത് ഫോൾഡ് ചെയ്ത് മുകളിലേക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഴയാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെങ്കിൽ ഇത് സ്ക്രൂ അഴിച്ചെടുക്കാനും പറ്റും. ആവശ്യമില്ലാത്ത സമയത്ത് ഊരിയെടുക്കാം. അല്ലാത്ത സമയത്ത് നമുക്കിത് ഇപ്പോൾ മുകളിലോട്ട് മാറ്റി വെക്കണം, അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ത്രെഡ് ആണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ത്രെഡാണ്, പ്ലാസ്റ്റിക്കിൻ്റെ പോലെയല്ല. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇതിലൊരു 6 അഴ കെട്ടാം, പക്ഷേ ഞാനിപ്പോൾ 3 കിട്ടിയിട്ടുള്ളൂ. 6 കിട്ടിയാൽ ഒത്തിരി ഇങ്ങനെ കൂടി കിടക്കുമല്ലോ. അപ്പോൾ വെയിൽ കൊള്ളാത്ത സ്ഥലം നമ്മളിപ്പോൾ വരാന്തയിലിട്ടിരിക്കുന്ന കാരണം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുത്തേ. ബാക്കി എല്ലാവരും അടിച്ചോളൂ. തലേദിവസം ഞാൻ തുടച്ചതായിരുന്നു അടുക്കള. പക്ഷേ ഈർപ്പൊക്കെ കാരണം മിക്ക ദിവസം തുടക്കേണ്ടി വരും കേട്ടോ. ഒരു ദിവസം തന്നെ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ തുടക്കുവേ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരം എടുത്താണ്. അപ്പോൾ ഞാൻ രാവിലത്തേക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ എല്ലാം ഒരുക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പരിപ്പെടുത്ത് വെള്ളത്തിലിടാൻ വേണ്ടി തുവരപ്പരിപ്പ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഈ ഒരു കപ്പിന് ചിലപ്പോൾ 1 ഗ്ലാസ് ഫുൾ എടുക്കും, ചിലപ്പോൾ 3/4 ഗ്ലാസ്സൊക്കെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും അതൊന്ന് കുതിർന്നിട്ടുണ്ടാവും. അപ്പോഴേ പിന്നെ ഞാനത് അടുപ്പത്തേക്ക് വെക്കുള്ളൂ കേട്ടോ. ഈ പുറകിൽ കാണുന്ന സ്റ്റാൻഡാണ് എൻ്റെ സ്റ്റോർ റൂം കേട്ടോ. അതിലാണ് ഞാൻ ടിന്നുകളിൽ നമ്മുടെ പലചരക്കും അരിയും അതുപോലെ പൊടികളും എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റാൻഡിലാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് വളരെ കുറവാണ്. അടുക്കളയിലാണെങ്കിലും റൂമുകളിലാണെങ്കിലും ഹാളിലാണെങ്കിലും. അപ്പോൾ കുറവെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ സ്റ്റാൻഡുകളും കൊണ്ടുവന്നൊന്നുമില്ല കേട്ടോ. കാരണം കുറച്ച് നാളത്തേക്കല്ലേ എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അധികം സാധനങ്ങളൊന്നും കെട്ടിപ്പെറുക്കി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. എത്ര നാളിങ്ങനെ പോകുമെന്നറിയില്ല. പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഞാൻ പച്ചക്കറി അരിയാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സാമ്പാർ കഷ്ണം വാങ്ങിച്ചതാണേ. ഒരു സാമ്പാർ കഷ്ണത്തിൻ്റെ ഒരു കിറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറ്. സാമ്പാർ കഷ്ണത്തിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ അത് മുഴുവനും ഞാൻ സാമ്പാറിലേക്ക് എടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഷ്ണങ്ങൾ കൂടുതലുണ്ടെങ്കിൽ സാമ്പാർ ചിലവാകില്ല കേട്ടോ. അങ്ങനെ ഇരുന്ന് പോകും. അതിൽ ചാറ് മാത്രം എന്താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പപ്പയാണെങ്കിലും മോളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പകുതി കഷ്ണങ്ങൾ, അതായത് അലിയാത്ത കഷ്ണങ്ങൾ നമുക്ക് അവിയലിന് പറ്റിയത് അതിൽ നിന്ന് മാറ്റിയിട്ട് അവിയലിന് എടുത്ത് ബാക്കിയുള്ളത് മാത്രമേ ഞാൻ ഇതിലിടുള്ളൂ കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും മത്തങ്ങയും പിന്നെ 1-2 അച്ചിങ്ങ, പിന്നെ ഒരു വഴുതനങ്ങ, 2 തക്കാളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ, പിന്നെ ഒരു വെള്ളരിക്കയും കൂടി, അത് മാത്രമേ ഞാൻ സാമ്പാറിലേക്ക് എടുത്തുള്ളൂ. ബാക്കി അച്ചിങ്ങയും ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പടവലങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവിയലിലേക്ക് വെച്ചേ. ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ധാരാളമാണ് കേട്ടോ. സാമ്പാർ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോലും പരിപ്പൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് വരുമ്പോഴേക്കും കുറച്ചധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും. രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും സാമ്പാർ ചിലവാകുകയും ചെയ്യും. 2 ദിവസത്തേക്ക് മിക്കവാറും കാണാറുണ്ട്. അവിയൽ പക്ഷേ 1 ദിവസത്തേക്ക് 2 നേരത്തേക്കുള്ളത് ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. 3 പേരുള്ള ഒരു ഫാമിലിക്ക് ഇത് ധാരാളമാണെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായമാണ് അത്. കാരണം നമ്മൾ ഒത്തിരി കഷ്ണങ്ങൾ വാങ്ങിച്ച് അത് വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് അത് തൂക്കി വാങ്ങിക്കണം. പിന്നെ ഈ മത്തങ്ങയും കുമ്പളങ്ങയും വെള്ളരിക്കയൊക്കെ നമ്മൾ മുറിച്ച് വാങ്ങിക്കുമല്ലോ. മുറിച്ചിപ്പോൾ സാമ്പാർ കഷ്ണത്തിലാണ് കിട്ടുമ്പോൾ ഞാൻ കഴുകിയാണ് അരിയണേന് മുമ്പ് എടുക്കുന്നതെങ്കിലും അരിയാൻ നേരത്ത് ഞാൻ അതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ ചെത്തിക്കളയും കേട്ടോ. അങ്ങനെയൊക്കെ കളഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പം 100 ഗ്രാം മത്തങ്ങ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെത്തിക്കളഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് 50 ഗ്രാമോ, എന്നാലും അത്രയും മതി. എൻ്റെ അഭിപ്രായം അങ്ങനെയാണേ. എനിക്ക് തോന്നുന്നത് മിക്ക വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പറയണേ. പിന്നെ ഈ വെണ്ടക്ക അരിയൂലോ, വെണ്ടക്ക അരിയുമ്പോൾ ഞാനത് നീളത്തിൽ പൊളിച്ചിട്ടേ ഞാൻ അരിയാറുള്ളൂ കേട്ടോ. കാരണം വെറുതെ സാമ്പാർ കൊണ്ടേ നോൺ വെജ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണേ. പിന്നെ വെണ്ടയ്ക്ക ഞാൻ ചില സമയത്ത് വാട്ടിയിട്ടിടും, ചിലപ്പോൾ ഞാൻ വാട്ടാതെ അങ്ങനെ തന്നെ ഒരുമിച്ച് കഷ്ണം വേവിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് വേവിക്കും കേട്ടോ, തക്കാളിയും വെണ്ടയ്ക്കയും. സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് മാറ്റി വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ എടുത്തത്. അത് നന്നാക്കിയതും അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ അരിഞ്ഞ് വരുമ്പം സാമ്പാറിന് കൂടുതലും അവിയലിന് കുറച്ച് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സാമ്പാറിൽ നിന്ന് കുറച്ചും കൂടി അവിയലിന് പറ്റിയ കഷ്ണങ്ങൾ എടുക്കൂട്ടാ. സാമ്പാറിൽ ഇത്തിരി കഷ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഗ്രേവി ആയിട്ടാണല്ലോ അധികം വേണ്ടത്. അതിപ്പോൾ പരിപ്പുള്ളതുകൊണ്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും.
അങ്ങനെ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴക്കാർ വന്ന കാരണം ഞാൻ പിന്നെ മുറ്റത്ത് തുണി ഉണങ്ങാൻ വെച്ചിരുന്ന സ്റ്റാൻഡ് പോയി എടുത്ത് അകത്തേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്, പ്രത്യേകിച്ച് എനിക്ക് ഈ വീട്ടിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം പുറത്തൊരു അഴ കെട്ടിയിട്ട് ഭയങ്കര ഉറുമ്പ് കയറുന്ന കാരണം തുണി ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെയിലത്തിട്ട് ഉണക്കിയില്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയില്ലല്ലോ. അങ്ങനെ ഈ സ്റ്റാൻഡ് ആയത് കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കൊണ്ട് നടക്കാനും ഈസിയാണ്. നമുക്ക് എവിടെയെങ്കിലും ഇതൊന്ന് ഒതുക്കി വെക്കണമെങ്കിലും ഭയങ്കര സുഖമാണ് കേട്ടോ. എടുത്തുകൊണ്ട് നടക്കാനായിട്ട് വലിയ വെയിറ്റ് ഒന്നുമില്ല. അങ്ങനെ പച്ചക്കറിയൊക്കെ 2 പാർട്ടായിട്ട് ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പരിപ്പ് ഞാൻ കുക്കറിലിടുവാണേ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കഴുകി 3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളകും ഒരു 3-4 എണ്ണം, അതുപോലെ വെളുത്തുള്ളിയും ഒരു 3-4 അല്ലി, പിന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞ് ചേർത്ത്, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചത്. കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടിയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കായപ്പൊടി വാങ്ങിക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ കായപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, പിന്നീടാണ് കായപ്പൊടി ചേർത്തത്. അങ്ങനെ സാമ്പാർ കഷ്ണം കുക്കറിൽ അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങൾ അപ്പുറത്ത് അടപ്പത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അവിയൽ ഞാൻ അന്ന് തന്നെ ഉണ്ടാക്കിയില്ല, പിറ്റേ ദിവസമാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പം കഷ്ണങ്ങൾ ഇരുന്ന് വാടിപ്പോകണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ വെറുതെ ഉപ്പും മഞ്ഞപ്പൊടിയും സവാളയും പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് വെക്കുവാണ് കേട്ടോ ചെയ്തത്. ഒത്തിരി ഇളക്കുമൊന്നുമില്ല. ഈ ചട്ടിയോടുകൂടി തന്നെ നമ്മൾ ഒന്നിങ്ങനെ കുലുക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പിടിച്ചോളും. നമ്മൾ കയ്യിലിട്ട് ഇളക്കുമ്പോഴേക്കും അത് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് വെള്ളത്തിലാണ് പുളി വെള്ളത്തിലിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട്, പുളി ആവശ്യമുള്ള ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ എടുക്കും. ഞാൻ അധികം പുളി എടുക്കില്ല കേട്ടോ, കാരണം ജ്യൂസിന് അധികം പുളിയൊന്നും ഇഷ്ടമല്ല, കുറച്ച് മിതമായിട്ടുള്ള രീതിയിൽ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ പിഴിഞ്ഞ് അരിച്ചൊഴിച്ച്. അങ്ങനെ ഈ വൈകുന്നേരത്തെ പരിപാടികളും ഇതുകൊണ്ട് അങ്ങ് അവസാനിച്ചേ. അപ്പോഴേക്കും എൻ്റെ ഫോണാണെങ്കിൽ ഹാങ് ആയിട്ട് പണി മുടക്കി. പിന്നീട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. രാത്രി കഴിക്കണം നേരത്തേക്ക് സാമ്പാറൊക്കെ റെഡിയായി. പിറ്റേ ദിവസമൊക്കെ ചോറിന് കൊടുത്തുവിടുകയും ചെയ്തിട്ടാ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്